നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. നമുക്കറിയാം, നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ചിലവുകൾ. കോവിഡിന് ശേഷം നമ്മുടെ ഹോസ്പിറ്റൽ ചിലവുകളിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സമയത്താണ് ഓരോ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസുമായി സർക്കാർ വരുന്നത്. കഴിഞ്ഞ ബജറ്റിൽ അതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിയിരുന്നു. അതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങുവാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പഠിക്കുവാനും വേണ്ടി 10 കോടിയുടെ ബജറ്റ് വിഹിതമാണെന്ന് മാറ്റിവെച്ചിരുന്നത്. ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടം അതിൻ്റെ കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ്. എങ്ങനെയായിരിക്കും ഈ ഒരു കാർഡിന് നമ്മൾ അപേക്ഷിക്കേണ്ടത്, ആർക്കെല്ലാമാണ് കാർഡ് കിട്ടുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഒന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിൽ നിന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് സർക്കാർ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിരുന്നത്. ഓരോ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയായിരുന്നു ലഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. അതിൻ്റെ പ്രാരംഭ നടപടികൾക്കെന്നോണം 10 കോടിയുടെ ഒരു ബജറ്റ് വിഹിതം അതിൽ പ്രഖ്യാപിച്ചിരുന്നു. പിങ്ക്, മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് തികച്ചും സൗജന്യമായും മറ്റ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് വർഷത്തിൽ ചെറിയൊരു ഫീസ് വരുന്ന രൂപത്തിലായിരിക്കും ഇതിൻ്റെ പ്രവർത്തനം ഉണ്ടായിരിക്കുക. നമുക്കറിയാം, ഇപ്പോൾ തന്നെ കേരളത്തിൽ സർക്കാർ തലത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ഒരുപാടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഷുറൻസ് പദ്ധതി RSBI കാർഡ്, അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി, ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം ഒന്നിച്ച് ഒരു ഒറ്റ പദ്ധതിയായിട്ടായിരിക്കും സർക്കാർ നടപ്പിലാക്കുക. അതോടുകൂടി തന്നെ RSBI കാർഡും കാരുണ്യ കാർഡ്, ഈ ഒരു പദ്ധതിയിലെല്ലാം ഉള്ള ആളുകൾക്ക് ഒറ്റ രൂപത്തിലുള്ള കാർഡുകളായിരിക്കും ഇനി അങ്ങോട്ട് വരിക. ഓരോ കുടുംബത്തിനും വർഷത്തിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയിലായിരിക്കും സർക്കാർ ഇത് പ്രഖ്യാപിക്കുക. പ്രൈവറ്റ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലടക്കം ഈ കാർഡ് എടുക്കുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് തികച്ചും സൗജന്യമായും മറ്റു റേഷൻ കാർഡുള്ള ആളുകൾക്ക് എത്രയാണ് രൂപ എന്ന് ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. സാമ്പത്തിക നില അനുസരിച്ച് ചെറിയ രൂപത്തിൽ ചെറിയ വരുമാനത്തിൽ മാറ്റങ്ങളുള്ള ആളുകൾക്ക് ഇതിൻ്റെ അടക്കേണ്ട തുകയിൽ മാറ്റങ്ങളുണ്ടായിരിക്കാം. റേഷൻ കാർഡ് അനിശ്ചിതമാക്കിയായിരിക്കാം ഇതിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കുക. റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകൾക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാർ ഇത് പ്രഖ്യാപിക്കുന്നത്. ഇതിനു മുന്നോടിയായി തന്നെ സർക്കാർ അർഹതയുള്ള എല്ലാ ആളുകൾക്കും മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകൾ ലഭ്യമാക്കുകയും അനർഹമായി ഈ കളറുള്ള റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്ന മുഴുവൻ ആളുകളെയും റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കി അവർക്ക് വെള്ള, നീല റേഷൻ കാർഡിൽ കൊടുക്കുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ സർക്കാർ കടക്കുകയാണ്. അതിൻ്റെ മാനദണ്ഡങ്ങളിൽ അടക്കം ഇളവുകൾ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. റേഷൻ കാർഡിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമായിരിക്കും സർക്കാർ പ്രഖ്യാപനം ഉണ്ടായിരിക്കുക. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഈ ഓണത്തിന് മുമ്പ് തന്നെ സർക്കാർ ഇത് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എവിടെയാണ് അപേക്ഷിക്കേണ്ടത്, കാർഡ് എങ്ങനെ ലഭിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്ന വീഡിയോസുകൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.